ഒരു 2 ആഴ്ച മുമ്പ് ഈ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഇവരുടെ മുജാഹിദുകളുടെ ഒരു സമ്മേളനത്തിൽ അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ സുമേഷ് സുധാകർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ വന്ന് കാണിച്ചു കൂട്ടിയ കളികൾ നമ്മൾ കണ്ടാണ്. സമ്മേളനം എന്തോ 10 മിനിറ്റ് വൈകി എന്നുള്ളതാണ്. നിയമപരമായി അദ്ദേഹം ചെയ്ത് ശരിയായിരിക്കും, പക്ഷേ അദ്ദേഹം പെരുമാറിയ രീതി കാണണം. ആ സമ്മേളനത്തിൻ്റെ സ്റ്റേജിലേക്ക് കയറി വരിക, ആക്രോശിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശനം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഇടതുപക്ഷ സൈബർ സാഹിത്യകാരന്മാർ മുഴുവൻ രംഗത്ത് വന്നത്. പക്ഷേ ഇതേ മനുഷ്യൻ, ഇതേ പോലീസ് ഓഫീസർ 2015 ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവിറക്കിയതാണ്. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? തിരൂരിൽ ഒരു KSRTC കണ്ടക്ടറെ അയാൾ പബ്ലിക്കിൽ പുകവലിച്ചു എന്ന് പറഞ്ഞ്, പുകവലിച്ചതിൻ്റെ പേരില്ല, പുകവലിച്ചു എന്ന് പറഞ്ഞിട്ട് കോളറിന് പിടിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി അയാളോട് വളരെ മോശമായി പെരുമാറി അയാൾ പരാതി കൊടുക്കുന്നു. അയാൾ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇതുവരെ പുകവലിച്ചിട്ടില്ല എന്നാണ്. ഇനി അയാൾ പുകവലിച്ചു എന്ന് തന്നെ വിചാരിക്കുക, കോളറിന് പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകേണ്ട കേസാണോ ഒരു പബ്ലിക്കിൽ പുകവലിക്കുക എന്നുള്ളത്? അപ്പോൾ ഇയാൾ തിരൂർ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ, അതിൻ്റെ പേരിൽ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഉത്തരവിൽ വിമർശിക്കപ്പെട്ട ഒരാൾ അയാൾ റിവാർഡ് ചെയ്യപ്പെടുകയാണ്. റിവാർഡ് ചെയ്യപ്പെടുന്നു, അയാൾ സമാനമായ അതിക്രിയകൾ ചെയ്യുന്നു. എഗൻ അയാൾക്ക് വേണ്ടിയിട്ട് അയാളെ പിന്തുണയുമായിട്ട് ഈ ഇടതുപക്ഷ സാംസ്കാരിക ലോകം, സൈബർ ലോകം രംഗത്ത് വരുന്നു. ഇതാണ് സുജിത് ദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കേരളത്തിൽ ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലം ജില്ലാ പോലീസ് മേധാവി ഇരുന്ന ആളാണ് ഈ സുജിത് ദാസ് എന്ന് പറയുന്നത്. കാരണം അതിക്രിയകൾ ചെയ്യുന്ന ആളുകൾക്ക് അവർ റിവാർഡ് ചെയ്യപ്പെടുന്ന ഒരു വിചിത്രമായ ഒരു സംഗതിയാണ്. വിചിത്രമായ കലാപരിപാടികൾ നടത്തുന്ന പോലീസ് ഓഫീസർമാർ ഡംപ് ചെയ്യപ്പെടുന്ന ജില്ലയായി മലപ്പുറം മാറുക, അവരുടെ അതിക്രിയകൾക്ക് അവർ റിവാർഡ് ചെയ്യപ്പെടുന്ന അതേക്കാൾ വിചിത്രമായ സംഗതികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അൻവർ ഉന്നയിച്ചത്. അതിപ്പോഴും തുടരുന്നുണ്ട്, മാറ്റമില്ലാതെ തുടരുന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിനെ ഒരു ജനകീയ ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ അത് സാധിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ അതിന് കോൺഗ്രസ്സിന് സാധിക്കുമെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വലിയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അതല്ല, അവർക്കിടയിലെ വിഴുപ്പലക്കളുടെയും ഗ്രൂപ്പിസത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും വേദിയാക്കുകയാണെന്നുള്ളത് അതാണ് അവരുടെ മുന്നിലെ വെല്ലുവിളി എന്ന് പറയുന്നത്. പാർട്ടിയേക്കാൾ സ്വന്തത്തെ സ്നേഹിക്കുന്ന, സ്വന്തം സ്ഥാനമാനങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടമായിട്ടാണ് കോൺഗ്രസ് മാറുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ ചോദ്യം ഇതാണ്. അവിടെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പുണ്ടാകാനുണ്ടായ കാരണം അത് അൻവർ ചില വിമർശനങ്ങൾ ഉന്നയിച്ച് രാജിവെച്ചതുകൊണ്ടാണ്. അൻവർ ഉന്നയിച്ച ആ വിമർശനങ്ങൾ അത് നിലമ്പൂരിൽ ചർച്ചയാകുമോ, അതായിരിക്കുമോ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, BJP സ്ഥാനാർത്ഥി, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്നൊക്കെയാണ് അതിൻ്റെ പ്രസിഡന്റ് ചോദിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ആർക്ക് വേണ്ടിയായിരിക്കും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതും ഈ 2 കാര്യങ്ങളായിരിക്കും നിലമ്പൂരിനെ നിർണ്ണയിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.